കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് നാളെയും വെള്ളിയാഴ്ചയും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയും വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുമാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക. അതേസമയം പ്രധാനമന്ത്രി എത്താനിരിക്കെ വീണ്ടും ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ്. 24 മണിക്കൂറിനുള്ളിൽ സ്ഫോടനം നടത്തുമെന്നാണ് ഭീഷണി സന്ദേശം. സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി എ ജയതിലക് ചുമതലയേറ്റു. ക്യാബിനറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കുകയെന്നതാണ് പ്രധാന ചുമതലയെന്ന് സ്ഥാനമേറ്റെടുത്ത ശേഷം ജയതിലക് പറഞ്ഞു. ശാരദാ മുരളീധരന്റെ പിൻഗാമിയായാണ് എ ജയതിലക് ചീഫ് സെക്രട്ടറി പദവിയിലെത്തുന്നത്. 1991 ബാച്ചുകാരനായ ജയതിലക് സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളിലും പദവികൾ വഹിച്ച ശേഷമാണ് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. 2026 ജൂൺ വരെ കാലാവധിയുണ്ട്. ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചു. വൃക്ക സംബന്ധമായ അസുഖങ്ങളാൽ ചികിത്സയിൽ കഴിയവെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പെരുമ്പാവൂരിലെ ജിഷ വധക്കേസിൽ പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായത് ആളൂരായിരുന്നു. കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസ്, പത്തനംതിട്ട ഇലന്തൂർ നരബലി കേസ് തുടങ്ങിയ പ്രമാദമായ കേസുകളെല്ലാം പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാമിനെതിരെ CBI രജിസ്റ്റർ ചെയ്ത FIR സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന എബ്രഹാമിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി സ്റ്റേ അനുവദിച്ചത്. ഷൂട്ടിംഗ് പരിശീലകനും ദ്രോണാചാര്യ പുരസ്കാര ജേതാവുമായ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. മുൻ ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻ കൂടിയ സണ്ണി തോമസിന്റെ പരിശീലനത്തിൽ ഇന്ത്യ നേടിയത് 100ലേറെ അന്താരാഷ്ട്ര മെഡലുകളാണ്. അഭിനവ് ബിന്ദ്ര, ജസ്പാൽ റാണ, രാജ്വർദ്ധൻ സിംഗ് റാത്തോർ, അഞ്ജലി ഭാഗവത്, ഗഗൻ നാരംഗ് തുടങ്ങിയ പ്രമുഖരായ ശിഷ്യന്മാരുടെ നിര സണ്ണി തോമസിനുണ്ട്. കഞ്ചാവ് പിടികൂടിയെന്ന കേസിൽ പ്രതിഭ MLAയുടെ മകനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എക്സൈസ്. കേസിൽ നേരത്തെ പ്രതി ചേർത്തിരുന്ന 3 മുതൽ 9 വരെയുള്ള പ്രതികളെ ഒഴിവാക്കി എക്സൈസ് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു. പട്ടികയിലുണ്ടായിരുന്ന 3 പ്രതികൾ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടതെന്നാണ് എക്സൈസ് ഇപ്പോൾ പറയുന്നത്. പോത്തൻകോട് സുധീഷ് വധക്കേസിൽ 11 പ്രതികൾക്കും ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. നെടുമങ്ങാട് SC/ST കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. പോത്തൻകോട് കല്ലൂർ പാണേവിളയിൽ സജീവിന്റെ വീട്ടിൽ വെച്ച് സുധീഷിനെ വെട്ടിക്കൊന്നുവെന്ന സംഭവത്തിലാണ് വിധി. സുധീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കാൽ വെട്ടിയെടുത്ത് നഗരപ്രദക്ഷിണം നടത്തിയ സംഭവത്തിലെ 11 പ്രതികളും കുറ്റക്കാരാണെന്ന് ബുധനാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. രാജ്യത്ത് ജാതി സെൻസസ് നടത്താനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ജനസംഖ്യ അടിസ്ഥാന കണക്കെടുപ്പിനൊപ്പം ജാതി സെൻസസ് നടത്തും. കോൺഗ്രസ് ജാതി സെൻസസ് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചതെന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം വിശദീകരിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന രാഷ്ട്രീയകാര്യ മന്ത്രിസഭാ സമിതിയുടെ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് തീരുമാനം. ഇന്ത്യയുടെ ആക്രമണം ഏതു നിമിഷം ഉണ്ടാകാമെന്നും അത്തരത്തിൽ ഇന്റലിജൻസ് വിവരം ലഭിച്ചുവെന്നും പാകിസ്ഥാൻ മന്ത്രി. 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കുമെന്നും പാകിസ്ഥാൻ തയ്യാറെടുക്കുകയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തിരിച്ചടിക്ക് ഇന്ത്യ ഒരുങ്ങുന്നുവെന്ന സൂചനകൾ നിലനിൽക്കെയാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ പ്രതികരണം.